പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലും രോഗികളിലും മനുഷ്യരാൽ വെറുക്കപ്പെട്ടവരിലും പക്ഷം ചേരുന്ന ആത്മായ സഹോദരി സഹോദരങ്ങൾ യേശുവിൻ്റെ തിരുമുഖം ദർശിച്ചുകൊണ്ട് കോതമംഗലം രൂപതയിലെ മൈലക്കൊമ്പ് ദിവ്യരക്ഷാലയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നിത്യസാന്ത്വനത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മിഷനറി ആയിരുന്നു. പാട്ന ബീഹാറിലൊക്കെ, പിന്നെ സെമിനാരിയിൽ പഠിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞപ്പോൾ റിട്ടയർഡായിട്ട് ഇവിടെ വന്നു. മൈലക്കൊമ്പിൽ വയസ്സന്മാരെയും രോഗികളെ നോക്കാൻ ആത്മീയ ഗുരുവായിട്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു കൊല്ലമായി. ഈ രോഗികൾ ഒരു 400 പേരുണ്ട്. അവരുടെ ആത്മീയ കാര്യങ്ങളൊക്കെ അവരൊക്കെ ലെക്ചറിങ് എല്ലാം കൊടുത്ത് എല്ലാ ദിവസവും കുർബാനയും അവർക്ക് വേണ്ടി അങ്ങനെയൊക്കെ ചൊല്ലി അങ്ങനെ പോകണം. അതിനുവേണ്ടിയാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. പിന്നെ ആത്മീയ കാര്യങ്ങൾ മാത്രം പ്രത്യേകിച്ച് നോക്കണം. എൻ്റെ 21ാമത്തെ വയസ്സിലാണ് ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. അതിനു മുമ്പ് ഞാൻ വിശ്വാസിയായിരുന്നില്ലെന്ന് ചോദിച്ചാൽ വിശ്വാസിയാണ്. നല്ല കുടുംബത്തിൽ നല്ല മാതാപിതാക്കൾക്ക് ജനിച്ച് വളരെ ത്യാഗത്തിലും പ്രാർത്ഥനാപൂർവ്വവും ജീവിച്ച് വളർന്നു വന്നൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ എൻ്റെ 21ാമത്തെ വയസ്സിൽ എൻ്റെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വഴിയരിയിൽ വെച്ച് പകർന്നു കിട്ടിയ ഒരു വിശ്വാസമാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ദൈവമനുഷ്യനാക്കി മാറ്റുവാൻ എന്നെ തയ്യാറാക്കിയത്. അദ്ദേഹവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഒരു ജീസസ് യൂത്ത് കൂട്ടായ്മയിൽ ബന്ധമുള്ള എൻ്റെ ഒരു അകന്ന ബന്ധുവാണ്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ ലോകത്തിൽ എന്തു തന്നെ ആയിത്തീർന്നാലും ആത്മാവാണ് ജീവൻ നൽകുന്നത് എന്ന ഒരു ദൈവിക രഹസ്യം ഞങ്ങളുടെ സംസാരമധ്യേ അദ്ദേഹം എന്നോട് പങ്കുവച്ചു. ഈ ചിന്ത എന്നിലേക്ക് ചെലുത്തിയ ഒരു സ്വാധീനം ഞാൻ ആ മണിക്കൂർ മുതൽ എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായി എന്നെ രൂപാന്തരപ്പെടുത്തി എന്നുള്ളതാണ്. പിന്നീടുള്ള എൻ്റെ ബന്ധങ്ങളും ജീവിതവും അധ്വാനവും വഴികളുമെല്ലാം ദൈവികമായ മാർഗങ്ങളിലേക്ക് കൂടുതൽ എന്നെ വഴി നടത്തുന്ന മാർഗങ്ങളായിരുന്നു. പെട്ടെന്ന് തന്നെ കോതമംഗലം രൂപത ജീസസ് യൂത്ത് കൂട്ടായ്മയുമായിട്ട് ബന്ധപ്പെടുവാൻ എനിക്ക് ഇടവന്നു. അങ്ങനെ ജീസസ് യൂത്തിൻ്റെ സജീവമായ ഒരു പ്രവർത്തകനായും രൂപത സർവീസ് ടീം മെമ്പറായൊക്കെ പ്രവർത്തിക്കാൻ എനിക്ക് ഇടവന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടും യാഥാർത്ഥ്യബോധത്തോടും കൂടെ മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയൊരു ശൂന്യത എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാൻ തുടങ്ങി. അപ്പോൾ കൂടുതൽ സഹനമെടുത്തും ത്യാഗമെടുത്തും പ്രാർത്ഥിക്കുവാനും കൂടുതൽ മാറിയിരുന്ന് ചിന്തിക്കുവാനും സഹനങ്ങൾ സ്വീകരിക്കുവാനും എല്ലാം എനിക്ക് ഇടവന്നു. അങ്ങനെ ഞാൻ ജീസസ് യൂത്ത് കൂട്ടായ്മയിൽ നിന്ന് പയ്യെ പിന്മാറി എൻ്റെ ജീവിതം കൂടുതൽ പ്രാർത്ഥനയിലും സഹനത്തിലും ത്യാഗത്തിലുമെല്ലാം ഇടപെടാൻ ഇടവന്നപ്പോഴാണ് ഞാൻ ഈ ശുശ്രൂഷയുടെ വഴികളിലേക്ക് വഴി തുറക്കപ്പെട്ടത്. ഞാനിവിടെ 9 വർഷമായിട്ട് സ്റ്റാഫ് നേഴ്സായിട്ട് ഇവിടെ സേവനം ചെയ്യുന്നു. ഇവിടെ എല്ലാവരുടെയും അടുത്ത് നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എല്ലാ മക്കളുമായിട്ട് അപ്പച്ചന്മാരുണ്ട്, അനിയന്മാരുണ്ട്, ചേട്ടന്മാരുണ്ട്, എല്ലാവരുമായിട്ട് നല്ല സന്തോഷത്തിലും സ്നേഹത്തിലുമാണ്. ഇവിടെ മക്കൾ ഒത്തിരി പേർക്ക് പല കഴിവുകളുള്ളവരുണ്ട്. പാട്ട് പാടാൻ കഴിവുള്ളവരുണ്ട്, പ്രസംഗം പറയാൻ കഴിവുള്ളവർ, അങ്ങനെ പലതരത്തിൽ പല ആക്ടിവിറ്റീസിലും പല കാര്യത്തിലും അവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരുണ്ട്. അവരെയൊക്കെ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നിപ്പോകും. ഇത്ര നന്നായിട്ട് പാടാൻ കഴിവുണ്ടോ നമ്മൾ ചിന്തിച്ചു പോകും. അതുപോലെ ഓരോ രോഗികളായിട്ടിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും അവർ നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്ന് ഓരോ കാര്യങ്ങൾ പറയാൻ അവർക്ക് പറ്റില്ല. ഇപ്പോൾ ഒരു പനിയാണെങ്കിൽ തന്നെ സിസ്റ്റർ എനിക്ക് പനിയാണെന്ന് പറയാൻ അവർക്ക് ചിലപ്പോൾ സാധിക്കില്ല, അവർക്ക് അറിയില്ല പറയുന്നത്. അപ്പം നമ്മളിങ്ങനെ ഓടി നടന്ന് ഓരോരുത്തരെയും നോക്കണം, ഓരോരുത്തരെയും നോക്കി കണ്ടുപിടിച്ച് അവർക്ക് ചിലപ്പോൾ വാടിത്തള്ളർന്ന് ഇങ്ങനെ പറ്റാത്തൊരവസ്ഥയിൽ ഇരിക്കുമായിരിക്കും. അപ്പം നമ്മൾ എന്നിട്ടിങ്ങനെ തൊട്ട് എന്നെ പറ്റി
എന്നെ വിശേഷം എന്നൊക്കെ ചോദിച്ചാൽ നമ്മളിങ്ങനെ അടുത്തോട് തൊട്ട് പോകുമ്പോൾ നല്ല പനിയായിരിക്കും. പക്ഷെ അവർ പറയില്ല പനിയാണ്. നമ്മളവരെ വിളിച്ചു കൊണ്ടുവന്ന് അവർക്ക് മരുന്ന് കൊടുത്ത് അവരെ കൊണ്ട് കിടത്തി അങ്ങനെ ഓരോരുത്തരെയും നമ്മൾ പ്രത്യേകം നോക്കണം. അതിപ്പോൾ ഏത് പേഷ്യൻ്റ് ആണെങ്കിലും, ഇപ്പോൾ പ്രായമായ അപ്പച്ചന്മാർ തൊട്ട് കുഞ്ഞനിയന്മാർ വരെയാണെങ്കിലും അവർക്ക് വലിയ സ്നേഹം, വലിയ ഇഷ്ടമാണ് അവർക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് അവസ്ഥയിലാണെങ്കിലും നമ്മൾ അവരുടെ കൂടെ എപ്പോഴും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത ജനറലായിട്ടുള്ള അസുഖങ്ങളൊക്കെ വന്നിങ്ങനെ കാല് മുറിച്ച് കളഞ്ഞവർ, ഫുഡ് തന്നെ കഴിക്കാൻ പറ്റാത്തവർ, ഇപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തവർ, അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ അവരുടെ അടുത്ത് നിന്ന് ഇപ്പോൾ ഫുഡ് കൊടുക്കുന്ന സമയത്താണെങ്കിലും അവർക്ക് ചിലപ്പോൾ വെള്ളം വേണമായിരിക്കും, ചിലപ്പോൾ അവർക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ഓടിച്ചെന്ന് അവരോട് ചോദിക്കും, വെള്ളം വേണോ, കഞ്ഞിവെള്ളം വേണോ? നമ്മളത് എടുത്ത് കൊണ്ടുവന്ന് കൊടുത്ത് അവരെപ്പോൾ നമ്മുടെ നേരെ ഇങ്ങനെ കാണിക്കും. അതൊരു വലിയൊരു അനുഗ്രഹം. അതിൽ എപ്പോഴും സന്തോഷവതിയാണ്. ഇവിടെ വന്ന് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു വേദനകളും വിഷമങ്ങളും നമ്മൾ അറിയില്ല. കാരണം ഇവിടെ ഓടി നടന്നിങ്ങനെ ഓരോ ഓടി ഞാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം നമുക്ക് ഓർമ്മയിൽ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സ്ഥാപനമാണിത്. തമ്പുരാൻ തരുന്ന ആരോഗ്യ ആയുസ്സുള്ളിടത്തോളം നാൾ ഇവിടെ തന്നെ സേവനം ചെയ്യാനാണ് എനിക്കിഷ്ടം. ഞാനിവിടെ ഈ ദിവ്യരക്ഷാലയത്തിൽ വന്നിട്ട് 6 വർഷമായി. ഇവിടെ കെയർ ടേക്കറായിട്ട് ശുശ്രൂഷ ചെയ്യുകയാണ്. ഇതിനെ ഒരു ജോലിയായിട്ടല്ല ഞാൻ കാണുന്നത്, ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്ന, ഇവിടുത്തെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ശുശ്രൂഷയായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. കെയർ ടേക്കർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ 288ഓളം മക്കളുണ്ട്. അതിൽ 28ഓളം മക്കൾക്ക് അവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്തവരാണ്. അതായത് മറ്റൊരാളുടെ ആശ്രയം വേണം അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അതായത് കുളിക്കുന്നത്, ഡ്രസ്സ് മാറ്റിക്കുന്നത്, ഭക്ഷണം ഫീഡ് ചെയ്യുന്നത് തുടങ്ങി അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മെഡിസിൻ വാങ്ങി ഡോക്ടർ പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം അവരോട് വിശദീകരിച്ച് പറഞ്ഞ് അങ്ങനെയാണ്. പിന്നെ ഇവിടെ ശുശ്രൂഷ ചെയ്യാൻ പറ്റിയത് എനിക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. അതിലുപരി ഇത് ഈശോയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും സന്തോഷം. ദിവ്യരക്ഷാലയത്തിലെ എല്ലാ മക്കളെയും എൻഗേജ് ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റികൾ. ഇവിടെയുള്ള മക്കളെ മെഡിസിൻ കൊടുക്കുക, ഫുഡ് കൊടുക്കുക എന്നതിലുപരി ഇവരെ കൂടുതലായിട്ടും എൻഗേജ് ചെയ്യുക. അതായത് ഇവരെ ഒക്യുപ്പേഷനിൽ ഇവരെ ഫോക്കസ് ചെയ്യിപ്പിക്കുക. ഇവരുടെ എക്സസൈസുകൾ, അതായത് ഉച്ചയ്ക്ക് 12 മണിയാകുമ്പം ഇവർക്കൊരു ഗ്രൂപ്പ് തെറാപ്പി സെക്ഷൻ ഉണ്ട്. ആ സെക്ഷനിൽ ഇവർക്ക് വേണ്ട വ്യായാമങ്ങൾ ആദ്യം കൊടുത്തിട്ട് തുടർന്ന് അവരെ ഗെയിമുകളിൽ ഏർപ്പെടുത്തും. അങ്ങനെയുള്ള പരിപാടികൾ കൊടുക്കുകയും പിന്നെ ഉച്ച കഴിഞ്ഞ് അവർക്ക് ഒക്യുപ്പേഷൻ തുടരുകയാണ് ചെയ്യാറ്. പിന്നെ മെയിനായിട്ടും ഞങ്ങൾ ഇവരെ ഫോക്കസ് ചെയ്യുന്ന ഇവരുടെ കൗൺസിലിംഗ് ഏരിയകളിലാണ്. ഇവർക്ക് കൗൺസിലിംഗ് വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു സപ്പോർട്ട് വേണം എന്ന് പറയുന്നവർക്ക് രീതിയിലുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം പോലെ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. പിന്നെ ഉള്ള സമയങ്ങളിൽ ഇവരെ കൂടുതലും ആക്ടിവിറ്റികളിൽ അല്ലെങ്കിൽ വോളണ്ടിയർ പ്രോഗ്രാമുകളിൽ അങ്ങനെയുള്ള പരിപാടികളിൽ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നതാണ്. ഒരിക്കൽ തൊടുപുഴയിൽ സ്നേഹദീപം എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന, അതിൻ്റെ പ്രവർത്തകർ എൻ്റെ ഒരു സുഹൃത്താണ് ശ്രീ മാത്യു കണ്ടിരിക്കൽ. അദ്ദേഹമാണ് ജെറുസലം യാത്ര, അതായത് വിശുദ്ധ നാട് തീർത്ഥാടനം കേരളത്തിൽ വളരെ സാർവത്രികമാക്കിയത് അദ്ദേഹമാണ്. അദ്ദേഹം എൻ്റെ അയൽവാസിയും എൻ്റെ ഒരു അടുത്ത സുഹൃത്തുമാണ്. അദ്ദേഹമാണ് ഈ സ്നേഹദീപം ട്രസ്റ്റിൻ്റെ പ്രധാന പ്രവർത്തനം. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സ്മരണാർത്ഥം സ്ഥാപിക്കപ്പെട്ട ഒരു സംഘടനയാണ് സ്നേഹദീപം ചാരിറ്റബിൾ ട്രസ്റ്റ്. അദ്ദേഹം ആ സംഘടനയുടെ പ്രവർത്തനത്തിലേക്ക് എന്നെ ക്ഷണിച്ചു. വളരെ ഒരു പ്രചോദനം എന്ന പോലെ ഞാൻ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കുചേരാൻ തുടങ്ങി. എൻ്റെ സുഹൃത്തുക്കൾ പലരും അതിനോട് ഒന്നിച്ചു ചേർന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് ആ സംഘടന സജീവമായി തൊടുപുഴയിലെ പല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സംഘടനയായി. ആ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ ഒന്നായിരുന്നു നിർധനരായ മനോരോഗികളെ കണ്ടെത്തി ഏതെങ്കിലുമൊക്കെ സ്ഥാപനത്തിൽ എത്തിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു പഴയൊരു ചരിത്രം ഞാൻ ഓർക്കുകയാണ്. ഒരമ്മയും മകനും, ഒരു ജോർജിൻ്റെ അമ്മയും, അവർ നാട്ടുകാരൊന്നും അറിയത്തില്ല, അവർ ഞങ്ങളുടെ നാട്ടിൽ കൂടെ വരുമായിരുന്നു. രണ്ടുപേർക്കും ഒരിച്ചിരി കുറേശ്ശെ മാനസിക രോഗമുണ്ട്. അവർ ഈ നാട്ടിൽ വരുമ്പോൾ
ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് 2 നേരത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. ഉച്ചയ്ക്കും ഭക്ഷണം കഴിക്കും, അത്താഴവും കഴിക്കും. അതിൻ്റെ അടുത്തുള്ള വെയിറ്റിംഗ് ഷെഡിൽ പോയി കിടന്നുറങ്ങും. പിറ്റേ ദിവസം രാവിലെ അവർ ഏതെങ്കിലും വഴി പോകും. അങ്ങനെ പല പ്രാവശ്യം വീട്ടിൽ വന്ന് ഈ ജോർജിനും അമ്മയ്ക്കും ഞാൻ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ഈ അമ്മ അങ്ങ് മരിച്ചുപോയി എന്ന് ഒരു കാലം അറിഞ്ഞു. പിന്നെ ജോർജിനെ കുറിച്ച് ഒരു അറിവുമില്ല. കുറേ കാലം കഴിഞ്ഞപ്പോൾ അറിഞ്ഞു ജോർജിനെ സ്നേഹദീപം ചികിത്സിച്ച് കോട്ടയത്ത് നവജീവനിൽ കൊണ്ടാക്കിയെന്ന്. ഈ സ്നേഹദീപത്തിൻ്റെ തന്നെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞാനും കൂടി ഇടപെട്ട ഒരു കാര്യമാണ് മണി എന്ന് പറയുന്ന ഒരു ചേട്ടനെ തൊഴിൽ ടൗണിൽ നിന്ന് പിടിച്ച് മൂലമറ്റം ആശുപത്രിയിലാക്കി ചികിത്സിച്ചു എന്നുള്ളത്. അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിക്കുമ്പോൾ ഈ മണിച്ചേട്ടനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കോട്ടയത്ത് നവജീവനിൽ കൊണ്ടാക്കാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായി ഞാൻ അക്കാലത്ത് നവജീവൻ സന്ദർശിക്കാൻ ഇടയായി. അത് 1994 ഈ മണിച്ചേട്ടനെ ആശുപത്രിയിലാക്കി ശുശ്രൂഷിക്കുന്ന സമയത്ത് ഞാൻ പോയി നവജീവൻ കാണുമ്പോൾ ഞാൻ ഭക്ഷണം കൊടുത്തിരുന്ന ജോർജ് അവിടുത്തെ ഒരു സജീവമായ ഒരു പ്രവർത്തകനാണ്. ഈ ജോർജ് എനിക്കൊരു ഗ്ലാസ് ചായ കൊണ്ടു തന്നു. വളരെ സന്തോഷമായിട്ട് എന്നെ സ്വീകരിച്ചു. എല്ലാവരെയും കൊണ്ട് എന്നെ പരിചയപ്പെടുത്തി. എൻ്റെ ടോമിച്ചേട്ടനാണ്, ഞാൻ ടോമിച്ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ടോമിച്ചേട്ടൻ എനിക്ക് ഭക്ഷണം തരുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ജോർജ് എന്നെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് നവജീവനിൽ എല്ലാവരെയും പരിചയപ്പെടുത്തി. തിരിച്ചു വരുന്ന സമയത്ത് ഈ നവജീവൻ എനിക്ക് മനസ്സിൽ വളരെ ഒരു വേദനയായിരുന്നു. കാരണം നവജീവൻ്റെ പ്രാരംഭ ദശയിലാണ്. 10-40 സ്ത്രീ പുരുഷന്മാർ ഒരു ഒരു ലോഡ്ജ് വാടകയ്ക്ക് എടുത്ത് അവിടെ വളരെ ഞെരുങ്ങി ജീവിക്കുന്നു. അവരുടെ ജീവിതവും അവിടുത്തെ യാഥാർത്ഥ്യങ്ങളും എന്നെ ഒത്തിരിയേറെ വേദനിപ്പിച്ചു. പിന്നെ എൻ്റെ ഒരു പ്രാർത്ഥന, ദൈവമേ തൊടുപുഴയിൽ ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾക്ക് ഇടതരണമേ എന്നുള്ള എൻ്റെ ഒരു വലിയ ഒരു പ്രാർത്ഥനയായിരുന്നു ഈ ദിവ്യരക്ഷാലയത്തിൻ്റെ വഴികളിലേക്ക് ഉള്ള എൻ്റെ നടപ്പ്. അതിനുവേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ കൊടുത്ത ഒരു വ്യവസ്ഥ, തമ്പുരാനുമായിട്ട് ചെയ്ത ഒരു എഗ്രിമെൻ്റ് ഇതാണ്: എന്നെയും എനിക്കുള്ളവയെയും വ്യവസ്ഥ കൂടാതെ ഞാൻ അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കാം. അവിടുന്ന് കനിഞ്ഞ് ഞങ്ങൾക്ക് തൊടുപുഴയിൽ ഇങ്ങനെ ഒരു ശുശ്രൂഷ തരണം എന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു പിന്നെ ദീർഘനാളത്തേക്ക്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ് മണിച്ചേട്ടനെ നവജീവനിലാക്കാതെ ആ ചേട്ടനെ ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ മാതാപിതാക്കളുടെ അനുവാദത്തോടെ എൻ്റെ മുറിയിൽ എനിക്കുള്ള സൗകര്യത്തിൽ എൻ്റെ കൂടെ താമസിപ്പിച്ച് ആ സഹോദരനെ ഞങ്ങളുടെ വീട്ടിൽ സ്വീകരിച്ചത്. അന്ന് എൻ്റെ ജ്യേഷ്ഠനും അനിയനൊക്കെ സെമിനാരിൽ പഠിക്കുന്ന കാലമാണ്, 94 കാലം. അങ്ങനെ മണിച്ചേട്ടനെ വീട്ടിൽ സ്വീകരിച്ച് ആരംഭിച്ചതാണ് ശുശ്രൂഷ. ഞാൻ ടോമി ബ്രദറിൻ്റെ സഹോദരിയാണ്. ഞാൻ 26 വർഷത്തോളമായി ഈ ഭവനത്തിൽ ശുശ്രൂഷയിലായിട്ട്. ബേസിക്കലി ഞാൻ നേഴ്സാണ്. ഞാൻ ബാംഗ്ലൂർ സെൻറ്റ് മർത്താസിലാണ് പഠിച്ചത്. 94 എൻ്റെ കോഴ്സ് പൂർത്തിയാക്കി 97 ഞാൻ അവിടുന്ന് ഈ ദിവ്യരക്ഷാലയത്തിലേക്ക് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ ആരംഭദശയാണ്. ഒരു ടോമിച്ചേട്ടൻ ഇതിലേക്ക് കടന്നു വന്നു. അതിൻ്റെ ഒത്തിരി നോവുകളൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞാനൊക്കെ അന്ന് ബാംഗ്ലൂരായിരുന്നു. അവധിക്ക് വരുന്ന സമയത്ത് ടോമിച്ചേട്ടൻ ഇങ്ങനെ ഒരു ജീവിതശൈലി ചേഞ്ച് ചെയ്തതായിട്ടുള്ള ഒരു അനുഭവത്തിലൂടെ മാത്രം ഞങ്ങൾ കടന്നുപോയി. പക്ഷേ ഈ 97 ഞാൻ തിരിച്ചു വരുമ്പോൾ ദിവ്യരക്ഷാലയം ആദ്യത്തെ ചെറിയ വീട്ടിൽ ടോമിച്ചേട്ടൻ ഒറ്റയ്ക്ക് ഒരു 10-16 മക്കളുമായിട്ടുള്ള ഒരു സമയത്താണ് ഞാൻ അവധിക്ക് വരുന്നത്. ആ സമയത്ത് ഞാൻ ഒരു ദിവസം പള്ളിയിൽ കഴിഞ്ഞ് ഞായറാഴ്ച വരുമ്പോൾ കുർബാന കഴിഞ്ഞ് ഞാൻ നേരെ പള്ളിയിൽ നിന്ന് ദിവ്യരക്ഷാലയത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, ടോമിച്ചേട്ടൻ ഈ മക്കളുടെ പുതപ്പുകളെല്ലാം ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുന്നു, അത് അലക്കിക്കൊണ്ടിരിക്കുക. അപ്പം എനിക്കത് കണ്ടപ്പോൾ എനിക്കങ്ങ് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. അപ്പോൾ അതിന് ശേഷം ടോമിച്ചേട്ടൻ എന്നോട് ചോദിച്ചു, എന്തിനാ പെങ്ങളെ കരയണേ, ഇതിനകത്തും ഒരു സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കണ്ണുകളെല്ലാം തുടച്ച് ഞാൻ കുറച്ച് നേരം മക്കളുടെ കൂടെയായി. അപ്പം ഞാൻ അവധിക്ക് വന്ന സമയമായിരുന്നു. പക്ഷെ ആ അവധിക്ക് വന്ന കുറച്ച് ദിവസങ്ങളിൽ ഞാൻ അവരുടെ കൂടെ നിന്നപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു പൾസ് മനസ്സിലായി. നമുക്ക് എന്തോ ഒരു ഉൾവിളി അതിലേക്ക് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. വീണ്ടും ഞാൻ
ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചിങ്ങ് വന്നത് ഞാൻ ഒരിക്കലും ഇതിനകത്ത് നിലനിൽക്കും അല്ലെങ്കിൽ എൻ്റെ ഒരു ജീവിതം ഇതിനകത്താണ് എന്നൊരു ഉദ്ദേശത്തിലല്ല. പക്ഷെ ഇവിടെ വന്ന് പകൽ സമയങ്ങളിലെല്ലാം അന്നൊരു 60-70 പേരൊക്കെ ഉണ്ട്. അപ്പോൾ ആ ചെറിയ വീട് 1-2 ഭാഗങ്ങളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ഏതാനും ശുശ്രൂഷകരുണ്ട്, ടോം ചേട്ടൻ ഫുൾ ടൈമായിട്ട് അതിനകത്തുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ പകലെല്ലാം വന്നു പോകും. അപ്പോൾ ഇതുമായിട്ടൊരു അദമ്യമായ ഒരു ബന്ധമായി. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. എന്തോ ഒരു ആത്മസന്തോഷം ഇവരിലൂടെ ഇവിടെ വന്ന് ഇത് ചെയ്യുമ്പോൾ, അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ. അന്നൊന്നും ആരുമില്ല ഒന്നും ചെയ്യാൻ. അപ്പോൾ വന്ന് മുടി വെട്ടണം, ഷേവ് ചെയ്യണം, കുളിപ്പിക്കണം, നഖം വെട്ടണം, ഭക്ഷണം ഉണ്ടാക്കണം, അങ്ങനെ തുണി അലക്കണം, എല്ലാത്തിലും ഇൻവോൾവായി നടക്കുന്ന ആ ഒരു സമയത്ത് കിട്ടുന്ന ഒരു ആത്മസന്തോഷം, അതെനിക്ക് ഞാൻ എത്ര കാലത്ത് ജീവിച്ചെങ്കിലും എൻ്റെ നഴ്സിംഗ് പഠിച്ചു, ജോലി ചെയ്തു, അങ്ങനെ പൈസയൊക്കെ കുറേശ്ശെ ആണെങ്കിലും അന്ന് ആരംഭകാലത്ത് കിട്ടി തുടങ്ങിയപ്പോഴൊന്നും കിട്ടാത്ത ഒരു ആത്മസന്തോഷം എനിക്കിതിലൂടെ അനുഭവിക്കാൻ സാധിച്ചു. ഞാൻ ദിവ്യരക്ഷാലയത്തിൽ വന്നിട്ട് 2 വർഷമായി. 2 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ 3 വർഷം ടോമിയുടെയൊക്കെ ചേട്ടൻ നടത്തിക്കൊണ്ടിരിക്കുന്ന മദർ ആൻഡ് ചൈൽഡ് എന്ന സ്ഥാപനത്തിലും ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ 3 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വർഷങ്ങളോളം സൈക്കാട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളായതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്കുള്ള കഴിവുകളൊക്കെ കുറച്ച് ഇവിടെ നമുക്ക് ഉപയോഗിക്കാം, അതാണ് നല്ലത്, ഇവിടെ എൻ്റെ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ കരിത്താസ് ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരു സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെമ്പറാണ്. കരിത്താസ് ക്രിസ്റ്റി 1937 ഫ്രാൻസിൽ തുടങ്ങിയതും 1955 അത് പൊന്തിഫിക്കലായി ഇൻ്റർനാഷണലായി ഉയർത്തപ്പെട്ടതുമായിട്ടുള്ള ഒരു സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഞങ്ങൾ 40 രാജ്യങ്ങളിലായിട്ട് 1300ഓളം പേരുണ്ട്. ഞങ്ങളുടെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് സമൂഹ ജീവിതമില്ല, പ്രത്യേക യൂണിഫോം ഇല്ല, എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന സ്ഥാപനങ്ങൾ ഞങ്ങൾക്കില്ല, മെറ്റീരിയൽ സപ്പോർട്ടില്ല എന്നീ സവിശേഷതകൾ ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഏത് സ്ഥാപനത്തിൽ വേണമെങ്കിലും ഞങ്ങൾക്ക് ജോലി ചെയ്യാം, എവിടെ വേണമെങ്കിലും താമസിക്കാം. അതുകൊണ്ട് ഞാനിവിടെ വളരെ സ്വാതന്ത്ര്യമായിട്ട് എനിക്ക് ഇത്രയും കാലം ലഭിച്ച അനുഭവങ്ങളും അറിവുകളും വെച്ച് ഞാനിവിടെ ശുശ്രൂഷ ചെയ്യുന്നു. ഞാനിവിടെ സൈക്കോളജിസ്റ്റായിട്ടാണ് എൻ്റെ രജിസ്ട്രേഷനിൽ കിടക്കുന്നത്. പക്ഷേ ഞാൻ എല്ലാ തലങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട്, എനിക്കിഷ്ടമാണ് ജോലി ചെയ്യുന്നത്. സോഷ്യൽ വർക്കേഴ്സിൻ്റെ ഏരിയയിലും കുറച്ചൊക്കെ അഡ്മിനിസ്ട്രേഷനിലും പ്രത്യേക ഡയറ്റ് കൊടുക്കാനുള്ളവരുടെയെല്ലാം ഓക്യുപ്പേഷൻ തെറപ്പിയിൽ സോഷ്യൽ വർക്കേഴ്സൊക്കെ വരുമ്പോൾ അവർ ഫ്രഷ് ആയിരിക്കും, ജസ്റ്റ് MSW ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവർക്കൊന്നും അറിഞ്ഞുകൂടാ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അവർക്കെല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കുകയും അവരെ ഞാൻ മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. രാവിലെ 6 മണി മുതൽ രാത്രി 8-8:30 വരെ ജോലി ചെയ്യാനുള്ള ഒരു ആരോഗ്യം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്, അല്ല നല്ല മനസ്സും. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാനിവിടെ ദിവ്യരക്ഷാലയത്തിൽ വന്നിട്ട് ഒരു 21 വർഷം കഴിഞ്ഞു. ഞാനിവിടെ വരാനുണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഞാനൊരു കുടുംബിനിയായിരുന്നു. എന്നെ ഏഴുമട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് വിവാഹം കഴിച്ച് അയച്ചിരുന്നത്. ഞാനിവിടെ വരാനുണ്ടായ കാരണം, എൻ്റെ ഭർത്താവിനെയും 2 മക്കളെയും എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ അതിദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തി. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് ഞാനിവിടെ വന്നു ചേരുന്നത്. എന്നെ ഇവിടെ ടോമിച്ചേട്ടനും ബിന്ദുവമ്മയും 2 കൈകളോടെ സ്വീകരിച്ചു. എൻ്റെ ആ വിഷമ അവസ്ഥയിൽ ഇവരെന്നെ ചേർത്ത് നിർത്തി. അതായത് ദൈവത്തിൻ്റെ ഒരു സ്നേഹം എനിക്ക് ഈ ഭവനത്തിൽ നിന്ന് അനുഭവിക്കാൻ പറ്റി. എൻ്റെ ആ തകർന്ന, അത് വെച്ചാൽ ഭയങ്കരമായിട്ട് തകർന്ന ഒരവസ്ഥയിൽ ഞാനിവിടെ വരുമ്പോൾ കുറേ അനാഥരായ കുഞ്ഞുങ്ങൾ, അപ്പം എനിക്ക് 2 മക്കളും നഷ്ടപ്പെട്ടപ്പോൾ ആ ഒരു കുഞ്ഞുങ്ങളെ നോക്കാനാണ് ദൈവം എന്നെ ഏൽപ്പിച്ചത്. അപ്പം എനിക്ക് വിഷമം ഒരുപാടുണ്ട്, എങ്കിലും ഞാനത് എല്ലാം സഹിച്ച് ഞാൻ ഈ മക്കളെ നോക്കാനായിട്ട് തീരുമാനിച്ചു. അവരെന്നെ ബിനിയമ്മേന്ന് വിളിക്കുമ്പോൾ, എൻ്റെ ഒരു 16 കുഞ്ഞുമക്കളുണ്ടായിരുന്നു അന്ന് ഞാൻ നോക്കുന്നത്. അപ്പോൾ അവരെന്നെ ബിനിയമ്മേന്ന് വിളിക്കുമ്പോൾ എനിക്ക് എൻ്റെ മക്കൾ വിളിക്കുന്നതിൽ പോലെ എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ അവരെ ഞാൻ എൻ്റെ സ്വന്തം മക്കളെ പോലെ നെഞ്ചോട് ചേർത്ത് ഞാൻ അവരെ വളർത്താൻ എല്ലാവരെയും കൂടെ സഹായിച്ചു. അങ്ങനെ അതുപോലെ ടോമിച്ചേട്ടനും ബിന്ദുവമ്മ എൻ്റെ എല്ലാ അവസ്ഥകളിലും കൂടെ നിന്ന് എന്നെ ഇങ്ങനെ കൈപിടിച്ച് ഉയർത്തുകയായിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ, അതായത് വലിയൊരു സ്നേഹം ഞാൻ ഈ ഭവനത്തിൽ അനുഭവിക്കുകയായിരുന്നു.
എനിക്ക് ദൈവസ്നേഹം എന്താണ് അല്ലെങ്കിൽ എന്താ അങ്ങനെയൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടപ്പോഴാണ് ഞാനിങ്ങനെ ഒരു ഭവനത്തിൽ വന്ന് ഇങ്ങനെ ഒരു സ്നേഹം അനുഭവിക്കാൻ എനിക്കിടയായത്. അപ്പോൾ ഇവിടെ മക്കളെ നോക്കുമ്പോഴും അവർക്ക് ചോറ് വാരി കൊടുക്കുമ്പോഴും എല്ലാം ഞാൻ എൻ്റെ സ്വന്തം മക്കളെ അവരിൽ കാണുകയായിരുന്നു. ഒക്യുപേഷൻ തെറാപ്പി ആയിട്ട് ഞങ്ങളിവിടെ കൊടുക്കുന്നത് ഇവിടെ പ്ലാസ്റ്റിക് ചെയിൻ ഉണ്ടാക്കുക, ചെയിൻ കോർക്കുന്ന പരിപാടിയാണ്. ഇപ്പോൾ ഒരു ഗ്രൂപ്പിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ആ ചെയിനെ സെപ്പറേറ്റ് ചെയ്യുന്നതും പിന്നെ മറ്റൊരു ഗ്രൂപ്പിനെ സെപ്പറേറ്റ് ചെയ്ത് ആ ചെയിനെ കോർക്കുന്നതും അങ്ങനെ ഒരു 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിരുത്തിയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കർട്ടൻ്റെ ഹോൾഡറായിട്ടൊരു വസ്തു യൂസ് ചെയ്യുന്നുണ്ട്. ആ വസ്തുവിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഒരു ടീമും അതിനെ അടുക്കി വെക്കാൻ മറ്റൊരു ടീമും അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് രീതിയിലാണ് ഇവിടെ പോകുന്നത്. സോഷ്യൽ വർക്കർ എന്ന നിലയിൽ ഞാൻ ഇത് ജോലി ചെയ്യാനും അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പ്രാപ്തിയുള്ള ആളുകളെ കണ്ടുപിടിച്ച് തിരഞ്ഞ് അവരെ ഒരു ഗ്രൂപ്പാക്കി മാറ്റിയിരുത്തി അവർക്ക് വേണ്ട ഒരു ഓറിയൻറ്റേഷൻ കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ഡയറക്ഷൻ കൊടുക്കുക എന്നതാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ആ രീതി അത് മുമ്പോട്ട് പോകുന്നുണ്ട്. പിന്നെ കൊടുക്കുന്ന ഒക്യുപ്പേഷൻ എന്ന് പറയാനുള്ളത് ഗാർഡനാണ്. മേളിൽ ഇഷ്ടംപോലെ പൂന്തോട്ടവും ഗാർഡനും ഉണ്ട്. ആ ഗാർഡനിൽ ഇവരെ കൊണ്ട് ഓരോ ദിവസവും അല്ലെങ്കിൽ മിക്ക ദിവസവും വെള്ളം ഒഴിപ്പിക്കുക എന്നതാണ് ചെറിയ പരിപാടിയായിട്ടാണ് തുടരുന്നത്. പക്ഷേ ഇത് തങ്ങളുടെ ഒരു ദൗത്യമാണ്, ഉത്തരവാദിത്വമാണെന്ന് അവർ മനസ്സിലാക്കി അവരെ കൊണ്ട് തന്നെ ആ ഒരു പണി പറയാണ്ട് തന്നെ ചെയ്യിപ്പിക്കുക എന്നതാണ് ഞങ്ങളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് രാവിലെ മോർണിംഗ് ടൈം ആകുമ്പോൾ വെള്ളം ഒഴിക്കണം എന്ന ചിന്തയോടെ ഉത്തരവാദിത്വത്തോടെ അവരത് തുടരുന്നുണ്ട്. പിന്നീട് ചെടി എന്തെങ്കിലും നടാനുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെടി നടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പ് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ വരുന്ന വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഇവിടെ വരുന്ന ഫുഡ് അല്ലെങ്കിൽ പച്ചക്കറി എന്ന വസ്തുക്കളുടെ വേസ്റ്റുകളെ കൃത്യമായിട്ട് ഒരു കമ്പോസ് എന്ന രീതിയിൽ കൊണ്ട് കൃത്യമായി അതിനെ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുന്ന പോലെ ജൈവവളമായിട്ട് രണ്ടാമത് അതിനെ മാറ്റി ഉപയോഗിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു രീതിയിൽ ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കുകയും ആ ഗ്രൂപ്പിനെ മാത്രം ഇതിനെ ഏൽപ്പിച്ച് അത് കൃത്യമായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നു. ഈ ദിവ്യരക്ഷാലയം 30 വർഷക്കാലമായി തുടങ്ങിയിട്ട് ആ 30 വർഷത്തെ ബന്ധം എനിക്കുണ്ട്. ടോമി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അന്നൊക്കെ തുടങ്ങുമ്പം ഇത് എങ്ങനെ കടന്നു പോകുമെന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഞാനും ടോമിയുമേ ഒന്നിച്ച് പല പ്രാവശ്യവും ഞങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. പക്ഷെ അന്നൊക്കെ പിന്നെ മെച്ചമെന്ന് പറഞ്ഞാൽ ഈ ആളുകളെയൊക്കെ നമുക്ക് സംരക്ഷിക്കാൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ പോയി. പക്ഷെ ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര പാടാണ്. കാരണം നമുക്കറിയാം മെഡിസിനൊക്കെ നല്ല വിലയാണ്. മെഡിസിൻ ആശുപത്രിയിലൊക്കെ വിവിധ ഹോസ്പിറ്റലുകളായിട്ട് നമുക്ക് പലപ്പോഴും 5-6 രോഗികളെ നമുക്ക് കൊണ്ടുപോകേണ്ടി വരിക. പിന്നെ മറ്റുള്ള കാര്യം എന്ന് പറയുന്നത് പോലീസും അതുപോലുള്ള ജനപ്രതിനിധികളും എല്ലാം നമ്മുടെ അടുത്തേക്ക് രോഗികളെ കൊണ്ടുവരുമ്പോൾ ടോമിയെ സംബന്ധിച്ച് ഒരിക്കലും വേണ്ട എന്ന് പറയില്ല. ഈ രോഗികളെ സ്വന്തം മക്കളെ പോലെ പുള്ളി സ്വീകരിക്കും. പക്ഷേ പിന്നീട് അവരാരും തിരിഞ്ഞു നോക്കാറില്ല എന്നുള്ളത് ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. കാരണം പിന്നെ ആരും വരുന്നത് പോലും ഞങ്ങൾ കാണാറില്ല. ചില ആളുകളൊക്കെ വരും, ചിലർ വരികയും പോലുമില്ല. അപ്പോൾ അങ്ങനെ പിന്നെ അവർ ആശുപത്രി കൊണ്ടുപോയി വിളിക്കുമ്പോഴും മരിച്ചു കഴിയുമ്പോൾ പോലും വിളിക്കുമ്പം ചില ആളുകൾ ഇവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോകാനാണ് തയ്യാറാവും. അപ്പോൾ അതൊന്നും നമുക്ക് കുഴപ്പമില്ല. അത് ദൈവകൃപയാലാണ് എല്ലാം നടക്കുന്നത്. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഭക്ഷണമില്ലാത്ത സമയത്ത് എപ്പോഴും തന്നെ എന്നെ വിളിക്കുന്നത് ടോമിയാണ്. അപ്പം കിച്ചണിലൊന്നുമില്ല. അപ്പോൾ നമ്മൾ മറ്റുള്ള ആളുകളെ നമ്മൾ വേണ്ടപ്പെട്ടവരെ അറിയുകയും ആളുകൾ തരികയുണ്ട്. പക്ഷെ പോലീസിൽ നിന്നൊക്കെ നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത്. പോലീസ് ആയാലും നല്ല രീതിയിൽ അവർ നമ്മളെ സഹായിക്കാറുണ്ട്. അതുപോലെ കാറ്ററിങ്ങുകാർ, എനിക്കറിയാവുന്ന മൂവാറ്റുപുഴയുള്ള കാറ്ററിങ് നടത്തുന്നവർ, ഇവിടെ അക്ഷയ കാറ്ററിങ് നടത്തുന്ന രാജേണ്ണൊക്കെ ഈ സ്ഥാപനത്തോടൊന്ന് നല്ല ഒരു സമീപനമാണ്. അവർക്ക് ഫുഡ് ബാലൻസ് വന്നാലും ബാലൻസ് വന്നില്ലെങ്കിൽ തന്നെയും രാജേണ്ണൊക്കെ സഹായിക്കുന്നതാണ്. ടോമിയെ സംബന്ധിച്ച് ഏറ്റവും പറയാനുള്ളത്, ഒരിക്കലും ഒരു വ്യക്തിയോട് പോലും 10 പൈസ ചോദിക്കില്ല. അത് എപ്പോഴും ഞാൻ ടോമിയോട് പറയും, ടോമി നമ്മുടെ ബുദ്ധിമുട്ടും നമുക്ക് പ്രയാസമുണ്ട്, മറ്റുള്ള ആളുകളോട് ആയാലും ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും. പക്ഷേ ടോമി എപ്പോഴും അത് വേണ്ട എടാ, അത് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകും.